പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. യെശയ്യാപ്രവചനം അതിൻ്റെ 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതകൾ യഥാർത്ഥമായും ഏറ്റെടുത്തു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും താഴ്ത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം കൊല്ലപ്പെട്ടും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം താഴ്ത്തപ്പെട്ടും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ തിരുവചനം തന്നെ അപ്പോസ്തലനായ പത്രോസ് പൊതുവിനെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. നാം പാപത്തിൽ മരിച്ചിട്ട് തൻ്റെ നീതി മൂലം നാം ജീവിക്കേണ്ടതിന് താൻ നമ്മുടെ പാപങ്ങളെയെല്ലാം വഹിക്കുകയും തൻ്റെ ശരീരത്തിൽ അവയെ കുരിശിലേക്ക് കയറ്റുകയും ചെയ്തു. താൻ അടിയേറ്റുണ്ടായ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമഗ്ര സൗഖ്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഓർത്തഡോക്സ് സഭ ഈ കഴിഞ്ഞ വർഷം സമഗ്ര സൗഖ്യ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. എന്താണ് സമഗ്ര സൗഖ്യം എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. സൗഖ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ആവശ്യമാണ്. രോഗത്തിന്മേൽ സൗഖ്യം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകില്ല. പ്രിയമുള്ളവരെയും, രോഗം വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നത് ശരീരത്തിൽ ജീവൻ്റെ അംശം കുറയുന്നതാണ് രോഗം. അങ്ങനെയെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് സമൃദ്ധിയായ ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൗഖ്യം എന്ന് പറയുന്നത് സമൃദ്ധിയായ ജീവനാണ്. രോഗം ജീവൻ്റെ അംശം കുറയുന്നതാണ് എങ്കിൽ ആരോഗ്യം സമൃദ്ധിയായ ജീവനാണ്. അതാണ് സമഗ്ര സൗഖ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു മനുഷ്യന് 3 തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്: ആത്മാവ്, മനസ്സ്, ശരീരം. ഇതിൽ പലപ്പോഴും നമ്മൾ കാണുന്ന തലം എന്ന നിലയിൽ ശരീരത്തിൻ്റെ സൗഖ്യമാണ് മുഖ്യമായും നമ്മൾ ലക്ഷ്യം വയ്ക്കാറ്. എന്നാൽ ശരീരത്തിലെ രോഗമെന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വൈകല്യങ്ങളിലൂടെ സംഭവിക്കുന്നതാണ് എന്ന് കണ്ടെത്തണം. ഇന്ന് 90% രോഗവും മനോജന്യ രോഗങ്ങളായിട്ടാണ് വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നത്. മനസ്സിൻ്റെ അസ്വസ്ഥത കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, അതാണ് സൈക്കോസമാറ്റിക് ഡിസീസ്, മനോജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ നമ്മളെ ടെൻഷനിലേക്ക് നയിക്കുന്നു. ടെൻഷൻ ഹൈപ്പർ ടെൻഷനിലേക്കും, ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗങ്ങൾ, മസ്തിഷ്ക രോഗങ്ങൾ, വാതരോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ഡയബറ്റിക്, എന്തിനു പറയുന്നു, സ്കിൻ അലർജി വരെ
മനോജന്യ രോഗങ്ങളായിട്ടാണ് വൈദ്യശാസ്ത്രം ഗണിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ഈ അസ്വസ്ഥതകൾ മനോജന്യ രോഗങ്ങളിലേക്ക്, അതായത് 90% രോഗങ്ങളും സൈക്കോസമാറ്റിക് രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് പ്രധാനമായും നമ്മളെ രോഗഗ്രസ്തരാക്കുന്നു. പ്രിയമുള്ളവരെയും, ആത്മാവിൻ്റെ രോഗമാണല്ലോ പാപം. അടിസ്ഥാനപരമായിട്ട് പാപമാണ് മനുഷ്യനെ മാനസിക സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത്. ഏദൻ പ്രതീസായിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അന്നുവരെയും ദൈവത്തോട് കൂടെ തമ്പുരാൻ്റെ കരം പിടിച്ച് തോട്ടം ചുറ്റി നടന്ന മനുഷ്യൻ ദൈവം സവാരിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? ഭയം മൂലം നാണിച്ച് ഒളിച്ചിരിക്കുകയാണ് എന്ന് അവൻ വെളിപ്പെടുത്തുക. പാപം ചെയ്ത മനുഷ്യൻ ആത്മാവിൽ രോഗഗ്രസ്തനാകുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ഭയത്തിൻ്റെ അടിമത്തത്തിൽ, മാനസിക സംഘർഷങ്ങളുടെ അടിസ്ഥാനമാണ് ഭയം. എല്ലാ മാനസിക സംഘർഷങ്ങളിലും ഒളിഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനാണ് ഭയം. അങ്ങനെ ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് അവൻ കൂപ്പുകുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഭയം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ല. ചില ഭയങ്ങളെ ഫോബിയ എന്ന് പറയാറുണ്ട്. നമുക്ക് സുപരിചിതമായൊരു പദമാണ് ഹൈഡ്രോഫോബിയ. പേപ്പട്ടി വിഷബാധയ്ക്ക് പറയുന്നതാണ്. പേപ്പട്ടി വിഷം ബാധിച്ചയാൾക്ക് വെള്ളത്തെ ഭയമാണ്. വെള്ളത്തിനല്ല പ്രശ്നം, അദ്ദേഹത്തെ ഈ വിഷബാധ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഫോബിയ യാഥാർത്ഥ്യമല്ലെങ്കിൽ ഭയം ഒരു യാഥാർത്ഥ്യമല്ല, നമ്മുടെ ഭാവനയുടെ സൃഷ്ടിയാണ്. എന്നാൽ ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഭയം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ രാഹിത്യമാണ് ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് കണ്ടെത്തുക. പലപ്പോഴും നാം എല്ലാം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരാണെങ്കിലും വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. ജീവിതത്തിൽ ഭയമെന്ന അയഥാർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ വിശ്വാസമെന്ന ഡസ്റ്റർ നമുക്ക് ആവശ്യമാണ്. തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ സാധിക്കണം. ഒരിക്കൽ കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് അപ്പോസ്തലന്മാർ കാണുകയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ളതായ തിരുവചന ഭാഗത്ത് പാതിരാത്രിയിൽ കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട അപ്പോസ്തലന്മാർ ഭൂതം ഭൂതം എന്ന് അലറി വിളിക്കുകയാണ്. കർത്താവ് ഇത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കേട്ടവർക്ക് ആശ്വാസമായി, കർത്താവാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് പത്രോസ് ആഗ്രഹം പ്രകടിപ്പിക്കുക. കർത്താവ് അവനെ വിളിച്ചു. പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. സ്റ്റെപ്പ് വെച്ച് തമ്പുരാന് ലക്ഷ്യം വെച്ച് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി അവൻ നടക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ വലിയൊരു കാറ്റും കോളുമുണ്ടായി. ഭയപ്പെട്ടു,
അവൻ മുങ്ങിപ്പോയി. കർത്താവ് ഒന്ന് കരം പിടിച്ച് പത്രോസിനെ വലിച്ചു കയറ്റുകയാണ്. കർത്താവ് ചോദിക്കുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പോൾ പത്രോസ് അവിടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന പത്രോസ് മുങ്ങിപ്പോകുവാനായിട്ടിടയായത് ഭയമാണ്, ഭയം മൂലം അവനിലുണ്ടായ സംശയമാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഭയമില്ലായ്മയാണ്. നമ്മുടെ കർത്താവിൽ അഭയം കണ്ടെത്തുവാനായിട്ട് സാധിച്ചാൽ ഭയത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റും. കുഞ്ഞുങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ടെന്ന് പോയാൽ അമ്മേ പേടിയാകുന്നു എന്നവർ അലറി വിളിക്കും. അടുക്കളയിൽ ജോലി ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന അമ്മ പറയും, മോനെ ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിരിക്കുക. അവനാശ്വാസമായി. അമ്മയുടെ ശബ്ദം കേട്ടതേ അവനാശ്വാസമായി. പ്രിയമുള്ളവരെ, കർത്താവിനോട് കൂടെയുള്ളതായ ഒരു ജീവിതം, കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആശ്വാസം കണ്ടെത്തുന്ന ഒരു അനുഭവം, അതാണ് അഭയം എന്ന് പറയുന്നത്. ഈ ഭയം എന്ന പ്രതിഭാസം മനുഷ്യൻ്റെ സകല മാനസിക സംഘർഷങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു. നിരാശ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്. ആകുലത, ഉത്കണ്ഠകൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്. നമ്മുടെ നഷ്ടബോധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നിരാശപ്പെട്ട് കണ്ണും നട്ടിരുന്നാൽ അത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം തരുന്നതാണോ? പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, നമ്മുടെ നഷ്ടബോധങ്ങളെക്കുറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ നഷ്ടബോധങ്ങൾ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഒരു തേങ്ങ നട്ടാൽ നടുന്ന തേങ്ങ പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ചകിരി പോലും ആർക്കും ലഭിക്കാറില്ല. എന്നാൽ ആ നടുന്ന തേങ്ങ നഷ്ടമാകുന്നതിലൂടെ മുളയ്ക്കുന്ന തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങൾക്ക് കണക്കില്ല. ഇതാണ്, നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിന്മേലൊരു നേട്ടത്തിൻ്റെ പദ്ധതി തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, വിത്ത് ചീയുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. ജീവിതത്തിലെ നഷ്ടബോധങ്ങൾ, ചീയൽ അനുഭവങ്ങൾ വിജയങ്ങളിലേക്ക് കയറ്റുന്ന പടികളായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ആകുലത, ഉത്കണ്ഠകൾ, ഞാൻ പറയും മനസ്സിൻ്റെ താളം തെറ്റുന്നതായ അനുഭവങ്ങളാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഗ്രസിച്ചിരിക്കുന്നതായ ഒരു പ്രതിസന്ധിയാണ്. ഞാൻ പറയും മനോജന്യ രോഗങ്ങളുടെ അടിസ്ഥാനമാണതെന്ന് ഞാൻ പറയും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 വാക്യങ്ങൾ പറയുന്നുണ്ട്, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സൃഷ്ടിച്ച നാഥൻ അവയെ പോറ്റുന്നു, പുലർത്തുന്നു.
പ്രിയമുള്ളവരെ, പക്ഷികൾക്കോ പറവകൾക്കോ ഭാവിയെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. അതുകൊണ്ടെന്താ? അവ സ്വസ്ഥമായി ഉറങ്ങുന്നു, സ്വസ്ഥമായി ഉണരുന്നു. തമ്പുരാനെ വിളിച്ചുകൊണ്ട് ഉണരുന്നു, തമ്പുരാനെ വിളിച്ചുകൊണ്ട് അവർ ഉറങ്ങുന്നു. ഈ സ്വസ്ഥത പക്ഷികൾക്കും ജീവജാലങ്ങൾക്കുമുള്ളതായ ഈ സ്വസ്ഥത തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ലഭിക്കുന്നുണ്ടോ? മനനം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ. ഈ മനനം ചെയ്ത് 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 നമ്മുടെ മനസ്സ് പുണ്ണാക്കി മാരകമായ രോഗങ്ങളിലേക്ക്, വൈദ്യശാസ്ത്രം പറയുന്നത് ക്യാൻസർ രോഗം പോലും മനോജന്യ രോഗങ്ങളുടെ പട്ടികയിലാണ്. നാസയിലെ ബെഗൻ സർവകലാശാലയിലെ മനോരോഗ ഗവേഷകർ കണ്ടെത്തിയതായ ഒരു സത്യമാണ്. ദുർബല മാനസരായ ആളുകളെയാണ് ക്യാൻസർ രോഗം പെട്ടെന്ന് ബാധിക്കുന്നത് എന്ന്. ഇന്നും വൈദ്യശാസ്ത്രം പ്രതിവിധി കണ്ടെത്താത്ത എയ്ഡ്സ് രോഗം വരെ ആ പട്ടികയിൽപ്പെട്ടതാണെന്ന് ഞാൻ പറയും. ധ്യാനത്തിൽ വന്ന ഒരു സഹോദരി എയ്ഡ്സ് രോഗം ബാധിച്ച് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയതായ അവസ്ഥയിൽ ധ്യാനത്തിലൂടെ പൂർണ്ണ സൗഖ്യം കിട്ടി 10 വർഷമായി ഇന്നും ആരോഗ്യത്തോടെ ഈ ദേശത്തൊരു പ്രശസ്തമായ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആകുലത, ഉത്കണ്ഠകൾ ഇന്ന് മനുഷ്യനെ പ്രത്യാശയിൽ നിന്ന് അകറ്റുന്നു എന്ന് മാത്രമേ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം ചോദിക്കുന്നുണ്ട്, ആകലപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ 1 മുഴമെങ്കിലും നീട്ടുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കുവാനായിട്ട് സാധിക്കണം. പത്രോസ്ലിയ പറയുന്നത് പോലെ, അവൻ എന്നെ കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ എന്നെ പോറ്റും, അവൻ എന്നെ പുലർത്തും. ഈ ഒരു ബോധ്യമാണ് നമുക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട ദൈവാനുഭവം എന്ന് ഞാൻ പറയും. മൂന്നാമത്തെ ഘടകം അപകർഷതാബോധമാണ്. ഇന്ന് നമ്മളറിയാതെ നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണത്. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നതായ ആഘാതങ്ങൾ നാം അറിയാതെ നമ്മളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിന്ന് നമ്മുടെ മനസ്സിനെ അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്നു. എന്നെ ആരും കരുതുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളതായ ചിന്തകൾ, അത് അമ്മയുടെ ഉദരത്തിലെ നമ്മളിലേക്ക് പകർന്നു വന്നതായ ഒരു അവസ്ഥയാണ്. എന്തിനു പറയുന്നു? സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എവിടെ സ്നേഹം കിട്ടും എന്ന് അന്വേഷിച്ച് പരക്കം പായുന്നവരാണ്. നമ്മൾ കണ്ടില്ലേ മിഷേലിൻ്റെ, അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതായ ദുർവാർത്തകളൊക്കെ. അടുത്ത കാലത്തായിട്ട് ദിനപത്രങ്ങൾ വായിക്കുന്നതും ന്യൂസ് കേൾക്കുന്നതുമൊക്കെ ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയാണ്. ഇതുപോലുള്ള വാർത്തകൾ മാത്രമേ ഇന്ന് നമുക്ക് കാണുവാനും കേൾക്കുവാനുമുള്ളൂ. പ്രിയമുള്ളവരെ, സ്നേഹത്തെ പ്രതിയുള്ളതായ ദാഹം, അടിസ്ഥാനപരമായ സ്നേഹാനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ അടിസ്ഥാനപരമായ സ്നേഹാനുഭവത്തിൽ നമ്മളായിത്തീരും. അതാണ് ദൈവാനുഭവം. പ്രിയമുള്ളവരെ, അടുത്തിടെ ഞാൻ കേട്ടതായ ഒരു സംഭവമാണ്. ഒരു പൂജാരി
അദ്ദേഹത്തിൻ്റെ പെറ്റ് വളർത്തുനായ അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനത തന്നെയായിരുന്നു. എന്നാൽ ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു, പൂജയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ഈ വളർത്തുനായെ അദ്ദേഹത്തിൻ്റെ അടുത്തടുപ്പിക്കാറില്ല. ഒരു ദിവസം പൂജാർപ്പണത്തിനായിട്ട് അദ്ദേഹം ഒരുങ്ങി വരുമ്പോൾ ഈ വളർത്തുനായ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചാടി വീഴുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അയിത്തമായിരുന്നു. ഈ നായയെ അദ്ദേഹം തല്ലി ഓടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സംഭവിച്ചെന്താണെന്നറിഞ്ഞോ? നായ ഓടിച്ചെന്ന് അമ്പലക്കുളത്തിലേക്ക് ചാടുകയാണ്. പ്രിയമുള്ളവരെ, സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ നായ തൻ്റെ ഉടയവനെ, യജമാനനെ തടഞ്ഞത് ആ അമ്പലക്കുളത്തിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താനായിരുന്നു. ഈ നായ കുളത്തിലേക്ക് ചാടി അവിടെ പതിയിരുന്നതായ മുതല ആ നായയെ വിഴുങ്ങുകയാണ്. ആ മുതലയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ടായിരുന്നു ഈ നായയെ തൻ്റെ ഉടയവനെ തടഞ്ഞത്. സാധിക്കാതെ വന്നപ്പോൾ സ്വയം ആ മുതലയ്ക്ക് ഇരയായിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വളർത്തുനായയുടെ സ്നേഹം. അതോടുകൂടി സംഭവിച്ചതെന്താ? ഈ പൂജാരി അദ്ദേഹത്തിൻ്റെ പൂജയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വളർത്തുനായ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന അരുമനാഥൻ്റെ സ്നേഹം, അതാണ് അടിസ്ഥാനപരമായ ദൈവസ്നേഹം എന്ന് പറയുന്നത്. പലപ്പോഴും സ്നേഹത്തെ നമ്മൾ അനുകൂലമായ അവസ്ഥകളിലാണ് തേടുന്നത്. എന്നാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് പ്രതികൂലതകളിൽ പ്രകടമാകുന്ന സ്നേഹമാണ്. ആ പ്രതികൂലതകളിൽ പ്രകടമാകുന്ന സ്നേഹാനുഭവത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നാം ദൈവാനുഭവത്തിൽ നിറയുക. പ്രിയമുള്ളവരെ, സമഗ്ര സൗഖ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിൽ നടക്കേണ്ടതാണ് എങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനമായ ലക്ഷ്യം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 അനുഭവങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ സാധിക്കുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിലുള്ളതായ സമഗ്ര സൗഖ്യത്തിലേക്ക് അത് നമ്മെ നയിക്കും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ ഞങ്ങളോട് ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിൽ നടക്കേണ്ടതായ സമഗ്ര സൗഖ്യത്തെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവല്ലോ. കർത്താവേ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 സുഹൃതങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ തക്കോണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശുദ്ധിവാന്മാരെ, ശുദ്ധിവതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.